എന്താ പ്രശ്നം? നിസ്സാര പ്രശ്നം. സ്വന്തം അവരെ നാറ്റിക്കുന്ന രീതിയിൽ എന്നെ നാറ്റിക്കരുത്. അല്ലെങ്കിൽ നമുക്ക് 2ാം സ്ഥാനമല്ലേ ഉള്ളൂ. മനസ്സിൽ 1ാം സ്ഥാനം ധ്യാനം കൊടുത്തില്ലേ? വെറുതെ എന്റെ പുറകെ നടന്ന് തന്റെ ജന്മം കളയല്ലേ. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ജീവിതത്തിൽ ഏറ്റവും ആദ്യം മെസ്സേജ് ഉള്ള ഞാനല്ലേ ധ്യാനയുടെ മുന്നേ. വീഡിയോസിൽ ലൈക്ക് ചെയ്തിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഞാനല്ലേ. ഇവരെക്കാൾ മുന്നേ കണ്ടിട്ടുള്ളത് ഞാനല്ലേ. വായിലൊരു ചെരവേൻ ഫിറ്റ് ചെയ്ത് മൈതാനത്തെ മീമുള്ള കിടക്കുന്ന ഒരു മീശയും കൈ പാൻറ് ഇട്ടോണ്ട് പെണ്ണുങ്ങളെ വിളക്കി ഇറങ്ങിയിരിക്കുക. മഴ നനഞ്ഞ് നമ്മള് എന്റെ രത്നം ചക്ക നിക്കണു, നാട്ടുകാർ കേൾക്കും. ഈ നാട്ടിൽ ആരോ ബാക്കിയുള്ള എന്റെ ഭഗവതി അവര് പറഞ്ഞു മനുഷ്യ ഇങ്ങോട്ട് വാ മനുഷ്യ. എന്താ അതിനിടയ്ക്ക് അതിന്റെ പുറത്ത് കയറിയോ? ഒരു കാര്യം ഞാൻ എത്ര ഹായ് ഗുഡ് മോർണിംഗ് ഹലോ എന്നുള്ള മെസ്സേജ് ചെയ്തിട്ടാണ് ഒരു മെസ്സേജ് ഒക്കെ തിരിച്ചു കിട്ടുന്നത് പെൺകുട്ടികളുടെ അടുത്ത്. കലാരംഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ തീക്താനുഭവമാണ് ഭാസ്കര. കാര്യം എന്താ പറയണം? ചിലപ്പോ ഞാനൊരു സുന്ദരനായി പോയതുകൊണ്ടായിരിക്കും അല്ലേ? ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. എന്നിട്ട് ഇൻഡസ്ട്രിയിൽ വരുന്നതിന് മുന്നേ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം എന്റെ എത്ര ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്? കൊറേ എടുത്തിട്ടുണ്ട്. വേണ്ടി ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. അത് തന്നെയാണ് ചിലപ്പോൾ ധ്യാനയോടും കൂടെ ഉണ്ടാവും. എന്നിട്ട് ഫസ്റ്റ് ധ്യാനം കൊണ്ട് പേര് ഇടിപ്പിക്കും. നീ മിണ്ടാതിരുന്നോ? നീ കാരണം ഇതൊക്കെ ഞാൻ കേൾക്കേണ്ടി വരുന്നോ? നീ മിണ്ടാതിരുന്നോ? അതെ ഇല്ല, ഞാൻ ജോയിൻ ചെയ്ത് ആദ്യമായിട്ട് എടുക്കുന്ന ഇന്റർവ്യൂ ഞാൻ ചേട്ടൻ്റെ എന്റെ ഷോക്ക് പേരിട്ടത്. ഭയങ്കര ആരാധനയുണ്ട് കുട്ടിക്ക്. അതുണ്ടാവും, സ്വഭാവം. ഞാൻ അങ്ങനെയാണുള്ളത്. ആ ചോദിക്കാം, അതിന് മുന്നേ ഇന്റർവ്യൂ എടുത്ത എന്റെ അല്ലേ? അല്ല അല്ല, അങ്ങനെ സംഭവിച്ചു കാണൂ. എന്തായാലും എന്റെ ആയിരിക്കും. അയ്യോ, എന്ത് പറ്റി? ഒരു ചെറിയൊരു തലകറക്കം. എന്നിട്ട് ഞാൻ ബ്രേക്കപ്പ് ആയില്ലേ എന്റെ എക്സ് ആയിട്ട്. എന്നിട്ട് ആ എക്സിന്റെ ഇന്റർവ്യൂ കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ആ എക്സിന്റെ ഇന്റർവ്യൂ എടുത്തിട്ട് പുറത്തു കൊണ്ടുവന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അറിയിക്കാതെ ചെയ്യാമോ? അറിയിക്കാതെ ചെയ്യാമോ? ഞാൻ എന്താണ്, ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന്റെ എക്സിന്റെ ഇന്റർവ്യൂ എടുത്ത് എല്ലാവരിലേക്ക് എത്തിച്ചു. അവളെ സപ്പോർട്ട് ചെയ്യണം ഇനിയും. കാരണം ഞാൻ എന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ ബ്രേക്കപ്പ് ആയതിട്ടോ. അതൊന്നും സാരമില്ലെന്നേ, കേൾക്കാൻ നല്ല രസമുണ്ട് ഇല്ലേ? ഗോപുരമൻ കഥ പറയേ. പറയേ, കേൾക്കാൻ നല്ല സ്റ്റൈലുണ്ട്. ഇവര് കാരണമാണോ? അല്ലല്ല, ഞങ്ങൾ ബ്രേക്കപ്പ് ആയതിനു ശേഷം എന്റെ എക്സിന്റെ ഇന്റർവ്യൂ ഇവളാണ് എടുത്തതെന്ന്. അതെടുക്കാനുള്ള ചേതോ വികാരം ചാനലിന്ന് പറഞ്ഞു ഞാൻ എടുത്തു. ഞാൻ ഒരു ഷോക്കാരിയല്ലേ, ഫ്രണ്ടല്ലേ, അതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. എന്നാണല്ലോ പറയുന്ന പോലെ. പക്ഷെ നമ്മളെ പറ്റിയിട്ട് വേറൊരാള് അങ്ങനെ ഒരു കുറ്റവും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കുറ്റം പറഞ്ഞിട്ടില്ല. അതാണ് അതിന് അത്രയും റീച്ച് ഉണ്ടെന്ന് പറയാം. പറയണായിരുന്നു. കുറ്റം പറഞ്ഞ അതിനേക്കാൾ റീച്ച് ഉണ്ടായാണ്. ഈ പരിപാടി ഇതുവരെ നിർത്തിയില്ലേ? ലവ് മാത്രമല്ലല്ലോ ഇതിലെങ്കിലും കുറച്ച് ഇതിൽ ഭയങ്കര ഡിഫറെന്റ് ക്യാരക്ടർ ആണ് അല്ലേ? എങ്ങനെ ധൈര്യം കിട്ടി? നീ എന്നെ ആക്കിയതല്ലല്ലോ അല്ലേ? ചെയ്യോ? നീ സത്യം പറ, നീ എന്നെ ആക്കി കളിയാക്കിയ പോലെ എനിക്ക് ഇപ്പൊ പറയാൻ എല്ലാ ഞാൻ എഴുതുന്നതാണോ? അല്ല അല്ല, ഇത് എവിടെ എടുക്കടാ മാർക്ക്. എന്നേക്കാളും കൂടുതൽ റീച്ച് ആയിട്ട് കിട്ടും. ധ്യാൻ എന്ന് പറഞ്ഞാൽ അതിനാ റീച്ച് കൂടുതല്. അതുവഴി നമ്മളെല്ലാം റീച്ചിലേക്ക് സ്റ്റാർട്ട് ചെയ്ത മുന്നേ ഇങ്ങനെ ഫീഡ് ചെയ്ത മാറിപ്പോലെ. വേണ്ട 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 വേണ്ട. ഇനി ഇന്റർവ്യൂ കൊടുത്തിട്ട് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കാത്തൊരു കാര്യം, ഡിജിറ്റൽ എന്റെ ഒരു വാല്യൂ മനസ്സിലാക്കിയിട്ടില്ല. അത് ഫാൻസ്, ഇതൊക്കെ ഡിജിറ്റൽ ഫാൻസ് ആണ്. ഇവരൊന്നും പുറത്തിറങ്ങില്ല, സിനിമയ്ക്ക് പോവില്ല, ഇവിടെ ഇറങ്ങില്ല. അതെങ്ങനെയാ ധ്യാനെ മനസ്സിൽ കൊണ്ടുവരുന്നത്? മസ്താനിയെ നമ്മൾ ഇന്റർവ്യൂ ആക്കിയില്ലേ? പറയുന്നത് കേട്ടോ. വൈഫൈ കട്ടായ കൈ പറയാനല്ലേ നീ? ഞാൻ പോകുന്നു. ബൈ ബൈ.